കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് എപ്പ വരും കാത് കുത്താൻ എൻ്റെ അമ്മാവന്മാര് പൊന്നോ, എപ്പ വരും കാത് കുത്താൻ എൻ്റെ അമ്മാവന്മാര് പൊന്നോ. കുന്നത്തങ്ങാടി, ഈ കുന്നത്തങ്ങാടി ഷാപ്പ് അവിടെ ഭയങ്കര അന്വർത്ഥമായി. എന്തായാലും അതുപോലെയായി നമ്മുടെ ഒരു കൈതോലപ്പായ ജി ശക്തിധരൻ എന്ന് പറഞ്ഞ പഴയ ദേശാഭിമാനി പ്രവർത്തകൻ്റെ വാർത്ത. നമ്മൾ ഒരു നാടകമൊക്കെ ചെയ്യുമ്പോൾ നാടകത്തിൽ രംഗപടം എപ്പോഴും നമ്മൾ ഒരുക്കുക സുജാതനാണ്. സുജാതൻ രംഗപടം ഒരുക്കിയാൽ ആ കാലം വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. മോൻസൺ കേസ് അതുപോലെയുള്ള കേസുകളൊക്കെ ഒന്ന് കത്തി നിൽക്കുന്ന സമയത്ത് ആണ് പെട്ടെന്നൊരു ദിവസം കൈതോലപ്പായ കൊണ്ടുവരുന്നത് ശ്രീജിത്ത് പണിക്കർ കൊണ്ടുവരുന്നത്. ശ്രീജിത്ത് പണിക്കരെ നമുക്കറിയാലോ. ശ്രീജിത്ത് പണിക്കർ, വിനു വി ജോൺ, ഏഷ്യാനെറ്റ്, അങ്ങനെ ഒരു കോക്കസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചർച്ചകളെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ്. ശ്രീജി മണിക്കൂറുകൾക്ക് മുൻപ് ശ്രീജി ശക്തിധരൻ്റെ ചില വെളിപ്പെടുത്തലുകൾ കേട്ടത്. ശ്രീജി ശക്തിധരൻ ഉയർന്ന മൂല്യബോധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ഇന്നത്തെ CPM-ന്റെ പല നയങ്ങളോടും നടപടികളോടും അദ്ദേഹത്തിന് ആശയപരമായ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും CPM-ന്റെ ഒരു കടുത്ത വിമർശകൻ കൂടിയാണ് ശ്രീ ശക്തിധരൻ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസിദ്ധീകരണം പുറത്തിറക്കുന്നുണ്ട്. ജനശക്തി എന്നാണ് അതിൻ്റെ പേര്. വളരെ വലിയ രീതിയിലുള്ള വായന ബേസുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. അതിൻ്റെ 1-2 ലക്കങ്ങളിൽ ലേഖനങ്ങൾ എഴുതാനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ശക്തിധരൻ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്ന ഒരു ആരോപണത്തിലെ പ്രധാനപ്പെട്ട കഥാനായകൻ ഒരു കള്ളുചെത്തുകാരൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഖ്യാതി തിരുവനന്തപുരം മുതൽ അങ്ങ് ടൈം സ്ക്വയർ വരെ എത്തി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു ട്രില്യനെയറാണ് എന്നും ശ്രീ ശക്തിധരൻ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കലൂരിലെ തൻ്റെ ഓഫീസിൽ ഒരിക്കൽ ഇദ്ദേഹം എത്തുകയും അദ്ദേഹം അവിടെ അടുപ്പിച്ച് 2 ദിവസം താമസിക്കുകയും ചെയ്തതായിട്ട് ശ്രീ ശക്തിധരൻ ഓർക്കുന്നു. ആ സമയത്ത് ഉന്നതരായിട്ടുള്ള ചില ആൾക്കാർ അദ്ദേഹത്തിന് നൽകിയിരുന്ന കുറച്ച് പണം 2 ദിവസം എടുത്ത് ഇവരെല്ലാവരും കൂടി ചേർന്ന് എണ്ണി തിട്ടപ്പെടുത്തിയെന്നും അത് 2,35,000 രൂപയായിരുന്നു എന്നുമാണ് ശ്രീ ശക്തിധരൻ ഓർത്തെടുക്കുന്നത്. പിന്നീട് ഈ പണം പൊതിഞ്ഞെടുക്കുന്നതിന് വേണ്ടി ശ്രീ ശക്തിധരനും അവിടെ ഉണ്ടായിരുന്ന ഒരു ഉയർന്ന നേതാവിൻ്റെ സഹോദരൻ്റെ മകനും കൂടി പുറത്തു പോവുകയും വളരെ വലിയ 2 കൈതോല പായകൾ കൊണ്ടുവരികയും ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെ പൊതിഞ്ഞെടുത്ത ആ പണം ഒരു വാഹനത്തിൻ്റെ ഡിക്കിയിൽ കയറ്റി രാത്രി തിരുവനന്തപുരത്തേക്ക് പോയി എന്നും അന്ന് ആ വാഹനത്തിനുള്ളിൽ ഇന്നത്തെ ക്യാബിനറ്റിൽ മന്ത്രിയായ ഒരാൾ ഉണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. പിന്നീട് ആ പണത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള അറിവുമില്ല എന്നുമാണ് ശ്രീ ശക്തിധരൻ പറയുന്നത്. ആ കോക്കസാണിത് കൊണ്ടുവരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് പൊളിഞ്ഞു പോകാൻ കാരണം ഉണ്ടായതെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയാനായിട്ട് ആ നാടകത്തിൽ അദ്ദേഹത്തിന് പറ്റിയില്ല, മൊഴി കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെ അത് പൊളിഞ്ഞു പോയി. പക്ഷെ പൊളിഞ്ഞു പോയി എന്ന് വെച്ചാലും പിന്നീട് ഇപ്പോൾ ഇന്നിട്ട പോസ്റ്റ് അത് ഗംഭീര രസം തന്നെയാണ്. കാരണം വളരെ വിഷമത്തിലാണ്. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു ഉപകാരം ഉണ്ടായില്ല, പൈസ കിട്ടിയില്ല, പണയം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനുള്ള PR വർക്ക് ചെയ്തത് എന്നാണ്. കഷ്ടം തന്നെയാണ് കേട്ടോ. ശരിക്കും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ പറയില്ലേ, ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതികേട് വരരുത്. എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ജി ശക്തിധരൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടാവുക. ശരിക്കും അദ്ദേഹം ക്രൂരമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തത് അത് സംഭവിക്കാൻ പോണത് മറ്റാർക്കുമല്ല, നമ്മുടെ തൃശ്ശൂർ പൂരം CPM നേതാവും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ആസൂത്രിതമായി BJPക്ക് വേണ്ടി ഗൂഢാലോചന നടത്തി പൂരം മുടക്കി എന്നുള്ള, പൂരം കലക്കി എന്നുള്ള വാർത്ത ആധികാരികമായി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച നമ്മുടെ LDFൻ്റെ പോരാളിയായിരുന്ന PV അൻവർ, അദ്ദേഹത്തിൻ്റെ കഥ കൂടിയാവാം ഇപ്പോൾ ഈ ഒരു കഥ. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് PV അൻവറിൻ്റെ നിയമസഭയിൽ ഒരു പ്രസംഗം ഉണ്ടാവുന്നത്, VD സതീശൻ എത്രയോ രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് കൂട്ടി വായിക്കാവുന്നതാണ്. എന്തായാലും ശക്തിധരനുണ്ടായ ഈ ഒരു അനുഭവത്തിൽ നമുക്ക് വളരെയധികം സങ്കടമുണ്ട്. അപ്പോൾ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. കൈതോല പായ വിരിച്ച്